അതായത് കുട്ടി അച്ഛന്റെ വീട്ടിലാണ്, ഒളിച്ചോടിയിട്ടില്ല എന്നുള്ള തരത്തിലാണ് കുട്ടി ഒളിച്ചോടിയതല്ല. അതായത് പത്മകുമാർ അഖിലനാർഡിയുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയതുകൊണ്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ കാണാൻ താല്പര്യമില്ലാത്തവർ സ്കിപ്പ് അടിച്ച് പോവാ. വേറെ ഒന്നുമല്ല, ഒളിച്ചോടി പോയ അഖിലനാർഡിയുടെ ഭാര്യ മേഘ തിരിച്ചു വന്നിരിക്കുകയാണ്. വേറെ എവിടേക്കും അല്ല, സ്വന്തം അച്ഛന്റെ വീട്ടിലേക്ക് തന്നെ. ഇന്നലെ ഇൻസ്റ്റഗ്രാമിലിട്ടൊരു പോസ്റ്റാണ് അറ്റ് മൈ ഫാദേഴ്സ് ഹോം എന്ന് പറഞ്ഞിട്ട്. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും എന്താ വിചാരിക്കുക, ഇനിയിപ്പോ ഞാൻ ഇവള് പോയത് ഇവളുടെ അച്ഛന്റെ വീട്ടിലേക്കാണോ? പക്ഷെ അതല്ലല്ലോ കാര്യം. ഇനി അച്ഛന്റെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഈ പാതിരാത്രിക്കൊക്കെ ആരെങ്കിലും പൊക്കണം എടുത്തിട്ട് ഓടി പോവോ? ഇനി അഥവാ താൻ പോയത് അച്ഛന്റെ വീട്ടിലോട്ടാണെന്ന് പറഞ്ഞ ആൾക്കാരെ വിശ്വസിപ്പിക്കാനുള്ള ഒരു മിസ്ലീഡിങ് അത്രയും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അത് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. പക്ഷെ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡാണ് ഫാമിലി വക്കീല്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അയാൾ മേഘയെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പോരാനുള്ള കാരണവും ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം ഫാമിലിയോട് ഒപ്പം നിൽക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ടുള്ളതാണ് വോയിസ് നോട്ട് ഇപ്പോൾ ലീക്ക് ആയിരിക്കുന്നത്. എന്തായാലും ആ വോയിസ് നോട്ട് കേട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. ഈ സംഭവത്തില് ഈ രാത്രി ഒരു 12:30 ആയപ്പോഴാണ് എന്നെ അദ്ദേഹം വിളിക്കുന്നത്, ഈ കുട്ടിയുടെ പിതാവ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് പത്മകുമാർ എന്നാണ്. അതായത് ഈ ഒറിജിനൽ പിതാവ്, രണ്ടാമത്തെ അല്ലേ? അതായത് ആദ്യത്തെ അച്ഛൻ. ഈ കൊച്ചിന് 2 അച്ഛന്മാർ. ഇത് കൊച്ചിന് 2 അച്ഛന്മാരോ? അത് പുതിയ കണ്ടുപിടുത്തം വല്ലതാണോ? 2 അച്ഛന്മാരൊക്കെ? ചെങ്ങായിയുടെ ഉദ്ദേശം ഉണ്ടാവുക ഒറിജിനൽ ഫാദറും പിന്നെ 2ാം അച്ഛൻ, അങ്ങനെ ഇരിക്കാം. വെറുതെ സയൻസിനെ പോലും തെറ്റിപ്പിക്കല്ലേ. അടുത്ത കാര്യം കൂടി, ഒരു അഡ്വക്കേറ്റ് ഷാജി നൂറനാട്, കോൺഗ്രസ് പാർട്ടിയുടെ ആലപ്പുഴ ജനറൽ സെക്രട്ടറി ഒക്കെ അയാള്. കോൺഗ്രസ് പാർട്ടിയുടെ ചെറിയൊരു നേതാവാണ് അവിടത്തെ. അപ്പം അമ്മ ലത എന്നാണ് പേര്, അമ്മയുടെ പേര്. അപ്പൊ ഇവര് ഡിവോഴ്സ് ആയതാണ്. ഫസ്റ്റില് ഇവര് തമ്മിൽ കൊടുത്തിട്ട് ഒളിച്ചോടിയതല്ല. അതായത് പത്മകുമാർ ഈ കൊച്ചിനൊന്ന് അമ്മയും കൂടെ ജീവിക്കുമ്പോ അവര് ഒളിച്ചോടിയതല്ല. പക്ഷെ പല ചാനലുകളും ഒളിച്ചോടിയതായിട്ടാണ് വന്നത്. ഒളിച്ചോടിയതല്ല, ഇവര് മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്തതാണ്. അങ്ങനെയാണ് ഷാജിയെ കെട്ടുന്നത് അവര്. പിന്നെ ഈ കുട്ടി അവരുടെ കൂടെയാണ് വളർന്നതൊക്കെ. ഈ 2ാം അച്ഛന്റെ പേരും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഏകദേശം മനസ്സിലായല്ലോ. പത്മകുമാർ യഥാർത്ഥ അച്ഛൻ, ലത അമ്മ, ഷാജി എന്ന് പറയുന്നത് വളർത്തച്ഛൻ. ഇനി ആ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ് ഇപ്പൊ ആ വക്കീൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടുപേര് തമ്മിൽ ഒത്തുപോകില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നാണം കെടുത്തുന്ന പരിപാടി ചെയ്യാതെ മ്യൂച്വലി ഡിവോഴ്സ് കൊടുത്ത് പിരിയുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോ മേഘ അവളുടെ അമ്മയെ കണ്ട് പഠിച്ചാന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവര് റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് അവിടെ സെപ്പറേറ്റ് ആയിരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ കാര്യം അങ്ങനെയല്ലല്ലോ. ഇത് വീട്ടുകാരെയും നാട്ടുകാരെയും അവനവനെ തന്നെ എല്ലാവരും വെറുപ്പിച്ചിട്ടൊരു ഒളിച്ചോട്ടായി പോയി. ബാക്കി കാര്യം കൂടി. പിന്നെ അവിടുന്ന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി 1ാം അച്ഛന്റെ വീട്ടിൽ വന്ന് കൊച്ചിന് കുറച്ച് കാര്യങ്ങളൊക്കെ വിഷമമൊക്കെ ആയിട്ട് പുള്ളിയുടെ കൂടെയും നിന്നിട്ടുണ്ട്. കൂടുതലും ഭൂരിഭാഗം നിന്ന ലതയുടെ കൂടെയാണ്. ഇത് 1ാമത്തെ അച്ഛൻ ആള് ഒരു ശുദ്ധനാണ്. ആള് ഭയങ്കര ഒരു പിതാവിനും ഇല്ലാത്ത സ്നേഹമാണ് ഈ മോളോട്. അങ്ങനെയാണ് കൊഞ്ചിച്ച് വളർത്തിയത്. കാശുകൊണ്ട്, അത്യാവശ്യം നല്ല പണവും ഉണ്ട്. പുള്ളിയുടെ ലീഗൽ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഞാനാ. അങ്ങനെയാണ് ഞാനുമായിട്ടുള്ള പുള്ളിയുടെ ബന്ധം. പുള്ളിക്ക് ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിയുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാ, ഈ പത്മകുമാറിന്റെ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനും പുള്ളിയും തമ്മിൽ നല്ലപോലെ പുള്ളി ഹോസ്പിറ്റലിൽ, പുള്ളിക്ക് തലവേദനയും പനിയും ഒക്കെ കൂടിയിട്ട് തിരുവല്ല ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടാക്കിയത് ഞാനാണ്. അതുപോലെ ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് പിടിപ്പിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ട് ഉറങ്ങിക്കിടന്ന സ്ത്രീയെ ഉണർത്തി 2 മണിക്കൂറിനുള്ളിൽ പിടിച്ച് ഇവനെയും അവളെയും കൂടെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയിച്ചത് ഞാനാണ്. ഞാനിവിടെ ആലോചിച്ചത് ആ അച്ഛന്റെ ഒരു അവസ്ഥയാണ്. സ്വന്തം കുടുംബജീവിതം അങ്ങനെ ഇപ്പൊ മകളുടെ ഈ അവസ്ഥ ഏതാണെങ്കിലും തകർന്നു പോകുന്നേ പറയാൻ പറ്റുള്ളൂ. ഞാനാണ്. എന്നിട്ട് ഞാനും പത്മകുമാറും കൂടെ ഈ കുട്ടിയുടെ അച്ഛനും കൂടെ സ്റ്റേഷനിൽ പോയി. അപ്പൊ ഈ പയ്യനുണ്ട്, ഈ പയ്യനോട് ഈ കൊച്ചിന്റെ അമ്മയും 2ാം അച്ഛനും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു കാരണവശാലും ഇവൻ ബില്ലിംഗ് അല്ല. അപ്പൊ ഈ പത്മകുമാറിനോട് സംസാരിക്കാൻ പറഞ്ഞു. എന്നാ അതിനിപ്പുറം കോടതിയിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഈ കുട്ടിയായിട്ട് ഞങ്ങൾ കോടതിയിൽ പോയപ്പോൾ കോടതിയിൽ ജഡ്ജി ചോദിച്ചു ആരുടെ കൂടെ പോകാനാ താല്പര്യം എന്ന് ചോദിച്ചപ്പോ അവന്റെ കൂടെ പോകാനാന്ന് പറഞ്ഞു. അതിപ്പോ അല്ലെങ്കിലും അങ്ങനെ തന്നെ അല്ലേ. ഈ അനൂപ് എന്ന് വിളിക്കുന്നത് ഒളിച്ചോടി പോയ ബസ് കണ്ടക്ടറിന്റെ പേരാണ് ഈ അനൂപ്. ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയിട്ട് പിന്നെ കോടതിയിൽ വരുമ്പോ പിന്നെ ആരുടെ കൂടെ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ ആളുടെ കൂടെ പോകണമെന്ന് ആരെങ്കിലും പറയൂ? ഇതൊക്കെ അവനവന്റെ പേഴ്സണൽ കാര്യങ്ങളാണെങ്കിൽ പോലും മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുള്ള പരിപാടിയും നാണം കെടുത്തിട്ടുള്ള പരിപാടിയൊക്കെ നിർത്തുക, അത്രേ പറയാനുള്ളൂ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിലും എനിക്കാണെങ്കിൽ പോലും ഇതൊരു ബോധവൽക്കരണമാണ്. എങ്ങനെയൊക്കെ ഒരാളോട് പെരുമാറണം, എങ്ങനെയൊക്കെ ഒരാളോട് പെരുമാറാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് ഇതിനെ ഒരു പരദൂഷണമായി എടുക്കണ്ട എന്നാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അങ്ങനെ അതൊക്കെ അറിയാമല്ലോ, അതൊക്കെ നടന്ന കാര്യങ്ങൾ തന്നെയാ. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞാച്ചാ ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്.
എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങള്. പക്ഷെ ഈ കുട്ടി ഒരു വർഷം മുമ്പ് തൊട്ട് ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്, എനിക്ക് സംസാരിക്കണം, ഞാൻ അൺഹാപ്പിയാണ് ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. അത് ഈ പത്മകുമാറും എന്നോട് പറയും. മേഘയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അൺഹാപ്പി ആണെന്ന് ഒരു കൊല്ലം മുമ്പേ വരെ പറയാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ അന്ന് എന്തുകൊണ്ട് ഇവരുടെ പാരന്റ്സ് ഇത് കേൾക്കാൻ തയ്യാറായില്ല എന്നുള്ളൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അല്ലെങ്കിലും ഇന്നത്തെ കുറച്ച് ആൾക്കാർക്കുള്ള സ്വഭാവമാണല്ലോ, ഇതൊക്കെ ജീവിതമാണ് മോനെ, നീയൊക്കെ അത് അങ്ങനെ തന്നെ അനുഭവിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ആള് കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വരുമ്പോ അത് സ്കിപ്പ് ചെയ്ത് മാറ്റി, അല്ലെങ്കിൽ അത് അയിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ വളരെ മോശമല്ലേ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ കാണിച്ചതിനോട് ഒരിക്കലും ഇത് യോജിച്ചിട്ട്, കാരണം അമ്മാതിരി നാണം കെട്ട പരിപാടി തന്നെയാണ് ഇവിടെ വേഗം കാണിച്ചിരിക്കുന്നത്. അത് ഈ പത്മകുമാറും എന്നോട് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ഒരു നാണക്കേട്, കല്യാണം കഴിഞ്ഞ് ഇത്ര ആയതല്ലേ ഉള്ളൂ, സാധാരണ ചട്ടിയും കലവാകുമ്പം തട്ടിമുട്ടിയും നോക്കി ഇരിക്കും, അത് ക്ലിയർ ആയിക്കോളൂ എന്നുള്ള ഇത്ര സീരിയസ് ആണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഈ അജിത്തിന്റെ അഖിലിന്റെ അച്ഛനുമായിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ഈ കുട്ടി പറയുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം അവരുടെ വീട്ടില് ആ കുട്ടിക്ക് ഒട്ടും നിൽക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ വരികയും ഒക്കെ ചെയ്യുമ്പോൾ, അങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ഇവനുമായിട്ട് കമ്പനിയാവുകയും അവനുള്ള സുരക്ഷിതത്വം കണ്ട് അവൾ ഇറങ്ങിപ്പോകുന്നു. അതായത് ഈ പയ്യൻ അനൂപ് എന്ന് പറയുന്നവൻ അവിടെ റൂട്ടിൽ ബസ് ഓടിച്ചോണ്ടിരുന്നോ? അതെ, അവിടെ ഈ കുട്ടി പഠിക്കാൻ പോകുന്ന അവരുടെ ബസ്സിലായിരുന്നു, ഇവന്റെ ബസ്സിലായിരുന്നു. അവൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല, അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അവനൊരു പ്രേമം ഉണ്ടായിരുന്നു, അത് ഇതായി പോയി, ബ്രേക്കപ്പായി പോയി. അതിന്റെ നിരാശയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവളുമായിട്ട് സ്നേഹമായത്. അങ്ങനെ അനുവിന് ഒരു അച്ഛൻ മരിച്ചു പോയ ഒരു അമ്മയും ഒരു അനിയനും മാത്രമേ ഉള്ളൂ. അനുവിന് ഒരു ചെറിയൊരു വീടാണ്, അത്യാവശ്യം ചെറിയ ഒരു 10-50 സെന്റ് സ്ഥലമുണ്ട്. ഗവൺമെന്റ് ജോലിയൊന്നുമില്ല, 750 രൂപയുടെ ഡെയിലി ബേസിനാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അനുവ്. ജോലി കിട്ടിയെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. താൽക്കാലിക ജോലിയാണ്. എംപ്ലോയർ എന്റെ ഒരു വകുപ്പുണ്ടല്ലോ, 700 ഡെയിലി അന്നു പോകുന്ന അന്നു കാശ് കിട്ടും. യദുകൃഷ്ണന്റെ ജോലി, യദുകൃഷ്ണനില്ലേ വിവാദ നായിക, ആയിട്ട് പ്രശ്നം ഉണ്ടാക്കിയേക്കുന്ന പുള്ളി, അദ്ദേഹത്തിന്റെ അവസ്ഥ തന്നെ. അദ്ദേഹത്തിന്റെ പോലെ ഡെയിലി ബേസിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടികളുടെ സ്നേഹത്തിലാവുന്നതും ഇവരങ്ങനെ രാത്രിക്ക് അങ്ങ് പോകുന്നു. പക്ഷെ ഈ വക്കീല് പറയുന്ന കാര്യങ്ങൾ കുറച്ച് കേട്ടിട്ട് വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്കൊരു തോന്നല്. പിന്നെ അവരുടെ ആൾക്കാരാകുമ്പോ അങ്ങനെയല്ലേ പറയുള്ളൂ അല്ലെ. അഖിലന്നാരുടെ അച്ഛനാണ് ഇവിടെ പ്രശ്നം എന്ന് പറയുന്നു. സാധാ കുടുംബങ്ങളിലൊക്കെ അമ്മായിയമ്മ അല്ലെങ്കിൽ സ്ത്രീകൾ തമ്മിലായിരിക്കും. ഇവിടെ എന്തുകൊണ്ട് അച്ഛനെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ പറഞ്ഞു വരുന്നത് അഖിലന്നാരുടെ ഒരു പപ്പാസ് ബോയ് ആണെന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ചാൽ കമന്റ് ബോക്സിൽ പറയാം. 4 ദിവസം അവന്റെ കൂടെ കഴിഞ്ഞോളൂ. കുറച്ച് 3-4 ദിവസം കഴിഞ്ഞു. 4 ദിവസം, 4ാമത്തെ 5ാമത്തെ ദിവസം കുട്ടി വിളിച്ചു പറഞ്ഞു വേറെ ജീവിതം അടുത്തിട്ടൊന്നുമില്ല. അവനോട് അനുവാദം മേടിച്ചിട്ട് തന്നെ പുള്ളി കുട്ടിയെ വീട്ടിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ പറയാനായിട്ട്, അച്ഛനോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിക്കാനായിട്ട് ആ കുട്ടി വന്നത്. ഇപ്പോഴെങ്കിലും ആ അച്ഛൻ നിങ്ങളുടെ വാക്കൊന്ന് കേൾക്കാൻ സമ്മതിച്ചല്ലോ എന്നുള്ള ആലോചിച്ചിട്ടാണ്. ഇത്രയും നാളും കേൾക്കാത്ത ഒരാൾ ഇപ്പൊ എങ്ങനെ കേൾക്കുന്നതാണ് എനിക്ക് സംശയം. ഒരു കൊല്ലമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു വക്കീല്. അയാൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്, നമുക്ക് വേറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ആ അച്ഛൻ ഇപ്പോ ഇതൊക്കെ കേട്ടിട്ട് എന്താണ് കാര്യം? തോന്നുന്നു എനിക്കറിയില്ല. അതായത് അനൂപുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല. ഇല്ല, അനൂപുമായിട്ട് ഇപ്പം ബന്ധമുണ്ട്. ഡിവോഴ്സ്, അഖിലുമായിട്ടുള്ള ഡിവോഴ്സിൽ നിന്ന് വക്കീല് വരും. വക്കീല് വന്ന് മ്യൂച്വൽ ഡിവോഴ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇവനുമായിട്ട് കല്യാണം നടത്തി കൊടുക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ കുട്ടിക്ക് താല്പര്യമാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടി അവനെ വിട്ടു പോകുകയില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിപ്പോ അല്ലെങ്കിൽ ഇന്ന ഏത് അച്ഛനാണെങ്കിലും സ്വന്തം മകൾ ഇന്ന ആളെനെ കെട്ടുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ അവരെന്നെ കെട്ടിച്ചു കൊടുക്കുള്ളൂ. പിന്നെ അത് പ്രത്യേകിച്ച് അതിന് ഇങ്ങനത്തെ വിഷയമാകുമ്പോ വേറെ വഴിയില്ലല്ലോ. മനോരമയിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതെ, അതെന്ത് വാർത്തയാണ് വന്നിരിക്കുന്നത്? അതായത് കുട്ടി അച്ഛന്റെ വീട്ടിലാണ്, ഒളിച്ചോടിയിട്ടില്ല എന്നുള്ള തരത്തിലാണ് കുട്ടി. ഒളിച്ചോടിയത് സത്യം തന്നെ, ഒളിച്ചോടിയത് സത്യം തന്നെ. അത് കുട്ടിയുടെ അച്ഛന്റെ വീട്ടിൽ ഇപ്പോഴാണ് ഒരു 3-4 ദിവസത്തിന് ശേഷം അനുവുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. അനുവ് ഉപേക്ഷിച്ചിട്ടില്ല. അനുവിന്റെ കൂടെ തന്നെയാണ് കുട്ടി. അനുവിന്റെ അനുഭവത്തോടു കൂടിയാണ് അച്ഛന്റെ വീട്ടിൽ വന്നേക്കുന്നത്. ഞാൻ അവരുടെ എത്ര ഫാമിലി ഫ്രണ്ടാന്നേ. ഈ പുള്ളി ഞാനും 2 ബന്ധമാണ്. അതുകൊണ്ടാണ് എനിക്കെല്ലാം വിവരം അറിയാവുന്നത്. ഈ കുട്ടി ഇന്നലെ 1 മണിക്കൂറോളം എന്നോട് സംസാരിച്ചല്ലോ. കാര്യങ്ങളൊക്കെ ഇത്ര സീരിയസ് ആണ്. ആ കുട്ടിയുടെ ഭാഗത്തും ചെറിയ ന്യായമൊക്കെ ഉണ്ട്. ചെറിയ ന്യായമല്ല. അഖില് ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ കുട്ടി ഇത്രയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അഖില് ഇവർക്കെതിരെ തിരിയുന്നില്ല? അതേസമയം അഖിൽ എന്തുകൊണ്ട് അവളെ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേജോധം ചെയ്യലെന്ന് എഴുതി വെപ്പിച്ചു? കാരണം അഖിലിന്റെ പല രഹസ്യങ്ങളും, അഖിലിന്റെ അച്ഛന്റെ പല രഹസ്യങ്ങളും പുറത്ത് പറയും. തെളിവ് സൈഡും പുറത്ത് വിടുന്നു. അഖിലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. ഇതിനെല്ലാം തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വീട്ടിൽ അച്ഛൻ കുട്ടിയാണ് അഖില്. അച്ഛൻ പറയുന്നതിന്റെ അപ്പുറം അഖില് അച്ഛനെ കണ്ട ഉടനെ എഴുന്നേക്കും. അത്ര പേടിയാണ് അച്ഛന്. ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അവർക്ക് ഒരു ഫ്രീഡം ഇല്ലെന്നാണ് ഈ കുട്ടി പറയുന്നത്. അച്ഛനാണ് അങ്ങനത്തെ സ്വഭാവം. അഖിലിനോട് പറഞ്ഞിട്ട് അഖിൽ അത് ഒന്ന് ചോദ്യം ചെയ്യുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ദുഃഖം. അതാണ് മെയിൻ വിഷയം. പ്രശ്നം ഈ കുട്ടിയുടെ അച്ഛന് ഈ കുട്ടിയോട് ഇത്ര പക ഉണ്ടാകാൻ കാരണം അത് കണ്ടുപിടിച്ചതാണ്.
വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? മെയിൻ വില്ലൻ അച്ഛനാണ്, അഖിലിന്റെ അച്ഛനാണ് മെയിൻ വില്ലൻ. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? ആ വീട്ടിൽ നിന്ന് താമസിക്കാൻ അഖിൽ പറഞ്ഞു ഹോസ്റ്റലിലുള്ളൂ, നിന്നെ വേണമെങ്കിൽ ഹോസ്റ്റലിൽ വിട്ടേക്കാം, ഞാൻ വരുന്നില്ല, എന്റെ അച്ഛനെയും അമ്മയും വിട്ട് ഞാൻ വരികയായിരുന്നു. അത് ന്യായം. ഒരു മകനെ അങ്ങനെ വിളിച്ച ചില മക്കൾ അച്ഛനോടും അമ്മയോടും സ്നേഹമുള്ളവർ പോവുകയില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നവും വന്ന് ഇവർക്ക് അവിടെ ജീവിക്കാൻ മേലാത്ത രീതിയിൽ വന്നപ്പോഴാണ് ഇവള് വേറെ താമസിക്കാന്ന് പറഞ്ഞത്. അത് അഖിൽ നിരസിച്ചു. അതാണ് ഈ വിഷയം. അപ്പം നിലവില് അച്ഛന്റെ വീട്ടിലാണുള്ളത്, സ്വന്തം അച്ഛന്റെ വീട്ടിലാണ് ഇവിടെ ഉള്ളത് ഒറ്റയ്ക്ക്? അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ അച്ഛൻ അവളെ ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷെ അനൂപിന്റെ കേസിൽ ആ പയ്യനെ അച്ഛൻ അംഗീകരിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. ഒളിച്ചു കൊണ്ടുപോയ പയ്യനെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും അവനെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഇതുവരെ. അയാൾക്ക് അംഗീകരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അംഗീകരിക്കുവായി. അഖിലന്നാരുടെ അച്ഛനാണ് അവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നു. തനി വെളുപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനിയിപ്പോ അങ്ങനെ പ്രശ്നമാണെങ്കിൽ തന്നെ എന്തിനീ രാത്രി ഒളിച്ചോടാൻ നിൽക്കണം? അച്ഛനാണ് പ്രശ്നമെങ്കിൽ കാര്യം പോയ രണ്ട് വീട്ടുകാരും വിളിച്ചു കൂട്ടിയിട്ട് ഇന്ന പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അത് പരിഹരിക്കുകയോ, അല്ലെങ്കിൽ എനിക്കിത് തുടർന്ന് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് എഴുതി കൊടുത്തു വേണം പോവാൻ. ഇപ്പൊ ചെയ്ത എന്താ? തീരെ പക്വതയില്ലായ്മ. ഡിവോഴ്സ് പോലും കൊടുക്കാതെ വേറെ ഒരുത്തന്റെ കൂടെ നട്ടപ്പതിരക്ക് ഇറങ്ങിപ്പോയി. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം, നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ, നിങ്ങൾ പറഞ്ഞാൽ മതി. അതായത് കൊണ്ടുപോയ പയ്യനെ അച്ഛന് താല്പര്യമില്ല. അച്ഛന് താല്പര്യമില്ലെന്നല്ല, അച്ഛന് ഏതൊരച്ഛനായാലും കുറച്ച് ഇത് വരുമല്ലോ. അങ്ങനെ ഒരു ഇത് പുള്ളി അംഗീകരിക്കുകയോ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവനെ. പുള്ളി ഒറ്റയ്ക്കാണ് ഇപ്പം? ഈ മേഘ ഒറ്റയ്ക്കാണ് പുള്ളിയുടെ. അതല്ല ചേട്ടാ, നമ്മുടെ ഈ പിന്നെ ഇദ്ദേഹത്തിന്റെ ഫാദർ, മേഘയുടെ ഫാദർ ഒറ്റയ്ക്കാണോ? ആ മേഘയുടെ ഫാദർ ഒറ്റയ്ക്കല്ല, അമ്മയുണ്ട്, മേഘയുടെ അപ്പൂപ്പനുണ്ട്, രണ്ട് ഒരു ബന്ധുവുണ്ട്, പിന്നെ ഒരു 2-3 ജോലിക്കാരുണ്ട്. ഒരു ഹൈ ഫാമിലിയാ, തില്ലം ഫാമിലിയാണ്. അവരുടെ ഒരു പുരാതനമായ ഒരു 4 വീടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. 4-5 ഏക്കർ സ്ഥലത്തിന്റെ അകത്താണ് ഈ വീട് ഇരിക്കുന്നത്. ഇടനാട് നല്ല സാമ്പത്തികമുള്ളവരാ. നല്ല സാമ്പത്തികം എന്ന് പറഞ്ഞാൽ കോടികളുടെ ആസ്തിയുള്ള. എനിക്കറിയാമല്ലോ, ഞാൻ അവിടെ പോയി ഒരാഴ്ചയൊക്കെ താമസിക്കുന്ന പുള്ളിയുടെ കൂടെ. എന്നെ ഭയങ്കര കാര്യമാണ് പുള്ളിക്ക്. എന്ത് കാര്യം ഉണ്ടായാലും പുള്ളി ആദ്യം വിളിച്ചു പറഞ്ഞു എന്നോട് എന്റെ മോള് പോയെന്നും അവരെ പിടിച്ചു കൊടുക്കണമെന്നും ഒക്കെ ആവശ്യം. അന്ന് രാത്രി തന്നെ ഞാൻ വണ്ടി എടുത്ത് പുള്ളിയുടെ അടുത്ത് പോവുകയും പിറ്റേന്ന് രാവിലെ ഞങ്ങൾ 2 സ്റ്റേഷനിൽ പോയത് ഈ പയ്യനുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. കാര്യം ഉണ്ടായില്ല. എന്തൊക്കെ പ്രശ്നമാണെങ്കിലും ഇതേപോലെ അയാൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇറങ്ങിപ്പോയതെന്ന് പറഞ്ഞിട്ട് ന്യായീകരിച്ച് വന്നിട്ടൊന്നും യാതൊരുവിധ കാര്യമില്ല എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഞാൻ എന്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. വീഡിയോ കണ്ട നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ, അത് മാത്രം കമന്റ് ബോക്സിൽ പറയുക. തീർച്ചയായിട്ടും അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ബൈ.